തങ്ങൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചാൽ ഇറാന്റെയുള്ളിൽ നേരിട്ട് പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷ സാധ്യത രൂക്ഷമാകുന്നതിനിടെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റുമാണ് മുന്നറിയിപ്പ് നൽകിയത്. ഈ മാസം 1-ന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ തകർത്തിരുന്നു. ഇതിന്റെ പ്രതികാരമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ. എന്നാൽ ആക്രമണം ഇസ്രായേലിന്റെ ഉള്ളിലാണോ, മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെയാണോ എന്ന് ഇറാൻ സൂചിപ്പിച്ചിട്ടില്ല. കോൺസുലേറ്റ് ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ 2 മുതിർന്ന ജനറൽമാരടക്കം 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ഇന്നലെ ആവർത്തിച്ചിരുന്നു. അതേസമയം സിറിയയിലെ ലെബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗസയിൽ ഹമാസ് തീവ്രവാദികളോട് പോരാടുന്നതിനൊപ്പം തന്നെ ഹിസ്ബുള്ളയെ നേരിടാനും തങ്ങളും തയ്യാറാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കൃത്യമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആക്രമണത്തിന്റെ വീഡിയോയും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. ഗസ യുദ്ധത്തിന് വെറും ഒരടി മാത്രം അകലെയാണ് തങ്ങളെന്ന് വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് രംഗത്ത് വന്നു. അതേസമയം എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കുന്നതുവരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒക്ടോബർ 7-ന് പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ നടത്തിയ തിരിച്ചടി 6 മാസം പൂർത്തിയായ വേളയിൽ മന്ത്രിസഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മൾ വിജയത്തിൽ നിന്ന് ഒരു പടി മാത്രം അകലെയാണ്. എന്നാൽ അതിന് നമ്മൾ നൽകേണ്ടി വന്ന വില വേദനാജനകവും ഹൃദയഭേദകവുമാണ്, നെതന്യാഹു പറഞ്ഞു. അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളെക്കുറിച്ചും നെതന്യാഹു തുറന്നു പറഞ്ഞു. ന്യായമായ ഒരു കരാറിന് ഇസ്രായേൽ തയ്യാറാണെന്നും എന്നാൽ ഏകപക്ഷീയമായി ഒരു കീഴടങ്ങലിന് ഇസ്രായേൽ തയ്യാറല്ല എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. കിഴക്കൻ ലെബനനിൽ സ്ഥിതി ചെയ്യുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ. ലെബനൻ അതിർത്തിയിൽ ഇസ്രായേലിന്റെ ആളില്ലാ വിമാനം ഹിസ്ബുള്ള ഭീകരർ തകർത്തതിന് മറുപടിയായിട്ടാണ് വ്യോമാക്രമണം നടത്തിയത്. ബാൽബെക്കിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരാക്രമണം നടത്തിയതു മുതൽ ലെബനന്റെ തെക്കൻ അതിർത്തിയിലൂടെ ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു. തുടർന്ന് തെക്കൻ ലെബനിൽ നിന്ന് 9,000 ആളുകൾ മറ്റിടങ്ങളിലേക്ക് കുടിയേറി. ഒക്ടോബറിൽ ആരംഭിച്ച ഇസ്രായേൽ യുദ്ധം 7 മാസം പിന്നിടുമ്പോഴും തുടരുകയാണ്. അതേസമയം തന്നെ യുദ്ധത്തിൽ കൊടിയ ദുരിതം അനുഭവിക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് സഹായ വിതരണത്തിന് ഇസ്രായേൽ സൈന്യം തടസ്സം നിൽക്കുന്നുവെന്ന് ആക്ഷേപം ഉയർത്തിയിരുന്നു. അതേസമയം തന്നെ ജീവകാരുണ്യ സംഘടനയായ ദി വേൾഡ് സെൻട്രൽ കിച്ചന്റെ 6 സന്നദ്ധ പ്രവർത്തകർ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ മൃതദേഹം ഈജിപ്തിലേക്ക് മാറ്റി. അതിനിടെ വെടിനിർത്തലിനായി മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഹമാസ് അറിയിച്ചു. ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റമാണ് ആവശ്യങ്ങളിലൊന്ന്. ഗസയിലെ അൽഷിഫ ആശുപത്രിയിൽ ഒളിവിൽ കഴിഞ്ഞ 4 മുതിർന്ന ഹമാസ് ഭീകരരെ വധിച്ചെന്ന് ഇസ്രായേൽ പറഞ്ഞു. മാർച്ച് 18 മുതൽ തുടരുന്ന അൽഷിഫയിലെ ഇസ്രായേൽ റെയ്ഡിൽ ഇതുവരെ 200ഓളം ഹമാസ് അംഗങ്ങളെ വധിച്ചെന്നാണ് റിപ്പോർട്ട്.